നമസ്കാരം. ഇസ്ലാമാബാദിൽ ഇരുന്നു കൊണ്ട് ഇനിയും പാക് സൈനിക നേതാക്കൾ പിറുപുറത്തുകൊണ്ടിരുന്നാൽ ഓപ്പറേഷൻ സിന്ധു രണ്ടാം ഭാഗത്തിന് അധിക കാലമൊന്നും ഇനി താമസമുണ്ടാകില്ല. ഇന്ത്യയുടെ ബ്രഹ്മോസും S-400 ആകാശും പൃഥ്വിയുമൊക്കെ തങ്ങളുടെ റോഡുകൾ കൃത്യമായി നിർവഹിച്ചു. ഇപ്പോഴും അവയ്ക്ക് റെഡിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 1 സമയത്ത് പാകിസ്ഥാനെ വെറുപ്പിച്ചതുപോലെ ഒന്നുകൂടി കളത്തിലിറങ്ങാൻ അവർ റെഡിയാണ്. അതെങ്കിലും പാക് സൈനിക മേധാവി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നതിലായിരുന്നു ഒരല്പസമയത്തേക്കെങ്കിലും ലോകത്തിൻ്റെ ആശങ്ക. കാരണം ഇന്ത്യയുടെ ഓരോ നഷ്ടവും ലോകത്തിന് ഏൽക്കുന്ന ഓരോരോ അനുഭവങ്ങളാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ എത്ര യുദ്ധവിമാനങ്ങൾ ആ സമയത്ത് തകർന്നു വീണുവെന്ന് അധികമാരും ചോദ്യം ഉന്നയിച്ചിരുന്നുമില്ല. പക്ഷേ ഇന്ത്യ എത്ര എണ്ണമാണ് തകർത്തതെന്ന് പോലും ആരും ചോദിച്ചില്ല. ഇപ്പോഴിതാ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് 6 എണ്ണം. അതെ, പാക് വ്യോമസേനയുടെ 6 വിമാനങ്ങളാണ് ഇന്ത്യൻ മിസൈലുകൾ തകർത്ത് നിലത്തിറക്കിയത്. 5 പാക് ഫൈറ്റർ ജെറ്റുകളെയും ഒരു എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തെയും, അതായത് മുന്നറിയിപ്പുകൾ നൽകുന്ന റഡാർ സംവിധാനമുള്ള വിമാനത്തെയാണ് 6ാമതായി ഇന്ത്യൻ മിസൈലുകൾ തകർത്തിട്ടത്. ഇന്ത്യയുടെ S-400 അടക്കം വ്യോമപ്രയോഗ സംവിധാനങ്ങൾ വഴിയാണ് ഈ വിമാനങ്ങളെല്ലാം ഇന്ത്യ തകർത്തത്. അതും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ 300 കിലോമീറ്റർ വരെ അകലത്തേക്കാണ് ഇന്ത്യൻ മിസൈലുകൾ ലക്ഷ്യം കണ്ടെത്തി ഈ വിമാനങ്ങളെ തെരഞ്ഞു പിടിച്ച് തകർത്തത്. ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഇന്ത്യൻ സൈന്യത്തിനാണ്. അവരുടെ വ്യോമപ്രതിരോധ ആയുധങ്ങളാണ് ഈ ഒരു വിജയം നേടിയത്. ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ലഭിച്ച S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകളാണ് മികച്ച രീതിയിൽ പാകിസ്ഥാനിൽ ചെന്ന് പ്രകടനം കാഴ്ചവെച്ചത്. ഇന്ത്യൻ വ്യോമസേന മേധാവി 1 മാസത്തിനകം ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. പക്ഷേ പാക് സൈനിക മേധാവി ആസിം മുനീർ ആകെ അരിശനാണ്, ആശങ്കാകുലനാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇന്ത്യക്കെതിരെ ഇനിയും മിസൈൽ പ്രയോഗിക്കും. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയിലെ ഗുജറാത്തിലെ റിലയൻസിൻ്റെ എണ്ണ ശുദ്ധീകരണശാല ഉൾപ്പെടെ തകർക്കുമെന്നാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനെ വെറുപ്പിച്ചതിന് മറുപടിയായി ഇത് ചെയ്യാമായിരുന്നല്ലോ. അന്നത് പാകിസ്ഥാൻ ചെയ്തില്ലല്ലോ. അതിന് മുതിരാൻ പാക് സേനയ്ക്ക് ഇതുവരെ ധൈര്യം വന്നിട്ടില്ല എന്നാണ് എൻ്റെ വസ്തുത. ചോർന്നുപോയ ആത്മവീര്യം ഉറഞ്ഞുപോയ പാകിസ്ഥാൻ സേനയുടെ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ആസിം മുനീർ ഇപ്പോൾ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പാക് സൈനിക മേധാവി പറയുന്നത് ഇന്ത്യക്കെതിരെ മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വരുമെന്നൊക്കെയാണ്. പാകിസ്ഥാൻ ഓർക്കേണ്ടത് പാക് മണ്ണിൽ ഒരു അനുവാദവും വാങ്ങാതെയാണ് ഇന്ത്യൻ മിസൈലുകൾ കടന്നു ചെന്ന് അവിടെ പ്രകമ്പനം അഴിച്ചുവിട്ടത്. പാക് പ്രതിരോധ സംവിധാനങ്ങൾക്ക് മറിച്ചത് ചിന്തിക്കാനോ ഒരു തീരുമാനമെടുക്കുന്നതിനോ കഴിയുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ റഡാറുകൾക്ക് പോലും വ്യക്തമാകാത്ത തരത്തിലായിരുന്നു ഇന്ത്യൻ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകളുടെ ഞൊടിയിടെയുള്ള ആക്രമണം. അങ്ങനെ പാക് വ്യോമത്താവളങ്ങൾ ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈലുകൾ തകർത്തെറിഞ്ഞു. അവിടെയും ഉണ്ടായിരുന്നു ചൈനീസ് നിർമ്മിത J-17 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ. അത് എത്ര എണ്ണം തകർന്നു വീഴുന്നത് ഇപ്പോഴും കണക്കുകൾ പുറത്തു വന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ ആ വ്യോമസേന താവളങ്ങളിലെ യുദ്ധവിമാനങ്ങൾ കൂടി തകർന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ 6 വിമാനങ്ങൾ തകർന്ന് കണക്കിൽ വരില്ല. അപ്പോൾ ശരിക്കുള്ള കണക്കെടുത്താൽ പാകിസ്ഥാനുണ്ടായ വിമാനങ്ങളുടെ നഷ്ടം വിരലിൽ എണ്ണാൽ തീരാത്തവയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ വീരവാദമടി മൂത്തതോടെയാണ് ഇന്ത്യൻ വ്യോമസേന മേധാവിക്ക് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പറയേണ്ടി വന്നത് ഇന്ത്യ പാകിസ്ഥാൻ്റെ 6 യുദ്ധവിമാനങ്ങൾ തകർത്ത് നിലത്തിറക്കിയെന്ന്. ഇനിയും പാക് പ്രകോപനം തുടർന്നാൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ രണ്ടാം ഭാഗത്തിന് ഒട്ടും താമസം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനോട് വ്യക്തമാക്കാനുള്ളത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച